ഹലോ എവ്രിവൺ, ഇന്ന് എൻ്റെ ടോപ്പിക്ക് ഗ്ലൂട്ടാത്തയനെ പറ്റിയിട്ടാണ്. ഈ ഗ്ലൂട്ടാത്തയൺ നമുക്ക് എല്ലാവർക്കും എടുക്കാവോ? ഇതിന് ഏജ് ലിമിറ്റ് ഉണ്ടോ? പ്രഗ്നന്റ് ലേഡീസിന് ഇത് യൂസ് ചെയ്യാവോ? അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ വേണോ? അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് എടുക്കുന്നത്? ഇതിന്റെ രീതി എങ്ങനെയാണ്? ഇത് കഴിച്ചാൽ ഉടനെ തന്നെ വെളുക്കോ? ഒരുപാട് ഡൗട്ട്സ് നമ്മുടെ ഇടയിലുണ്ട്. സോ ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് ഇതിനെ പറ്റിയിട്ടാണ്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഷീനോ മാത്യു യൂട്യൂബ് ചാനൽ. സോ എന്താണ് ഈ ഗ്ലൂട്ടാത്തയൺ? ഈ ഗ്ലൂട്ടാത്തയൺ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ നാച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. ഇത് ഗ്ലൈസിൻ, സിസ്റ്റീൻ, ഗ്ലൂട്ടമൈൻ എന്ന് പറയുന്ന 3 അമിനോ ആസിഡ്സും കൂടെ ഫോം ചെയ്യുമ്പോഴാണ് ഈ ഗ്ലൂട്ടാത്തയൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ബോഡി സെൽസിൽ കാണാൻ പറ്റും. അതിൽ ഡീറ്റോക്സിഫിക്കേഷൻ ഉള്ള ബോഡി സെൽസ് ലൈക്ക് ലിവറിന്റെ ഏരിയയൊക്കെ ഡീറ്റോക്സിഫിക്കേഷൻ നടക്കുന്ന ഒരു ബോഡി പാർട്ടാണ്. അവിടെയൊക്കെയാണ് ഇത് കൂടുതലും കാണുന്നത്. ഇനി നമുക്ക് ഈ ഗ്ലൂട്ടാത്തയൺ നമ്മുടെ ബോഡീനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ നമുക്കുള്ള ഗുണങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഡീറ്റോക്സിഫിക്കേഷൻ. ഈ ഡീറ്റോക്സിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന വേസ്റ്റ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ ടോക്സിൻസ്, ഹെവി മെറ്റൽസ് ഇതൊക്കെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് ഈ ഡീറ്റോക്സിഫിക്കേഷന് സാധിക്കും. സെക്കൻഡ് വൺ, നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ അത് ബൂസ്റ്റ് ചെയ്യും. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലൂട്ടാത്തയൺ നമ്മുടെ വൈറ്റ് ബ്ലഡ് സെൽസ്, നമ്മൾ ചെറുപ്പത്തിലേക്ക് പഠിച്ചിട്ടില്ലേ, അതെ, വൈറ്റ് ബ്ലഡ് സെൽസിനെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഇത് ബൂസ്റ്റപ്പ് ചെയ്യും. തേർഡ് വൺ ആണ് സ്കിൻ ഹെൽത്ത്. നമ്മുടെ സ്കിൻ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ആന്റി ഓക്സിഡന്റ് ആണ് ഈ ഗ്ലൂട്ടാത്തയൺ. ഈ ഗ്ലൂട്ടാത്തയന്റെ പ്രൊഡക്ഷൻ മെലാനിൻ പ്രൊഡക്ഷനെ പ്രിവെന്റ് ചെയ്യും. സോ നാച്ചുറലി നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ആവും. ഇതിൽ ഒരു ആന്റി ഏജിങ് പ്രോപ്പർട്ടിയും കൂടെ നമുക്കൊരു ബോണസ് ആയിട്ട് കിട്ടും. നമ്മുടെ ഗ്ലൂട്ടാത്തയൺ ആന്റി ഓക്സിഡന്റ് നമ്മുടെ ബോഡിയിലുണ്ടെങ്കിൽ നമുക്ക് പ്രായം അങ്ങനെ തോന്നിക്കില്ല. സോ അതൊരു ബോണസ് പോയിന്റ് കൂടെ. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മൾ ഈ ഓറലിയോ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ വഴിയോ ഒരു ഗ്ലൂട്ടാത്തയൺ യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർ ഫുഡ് കൺസംഷൻ വഴി തികച്ചും നിങ്ങളുടെ സ്കിന്ന് നല്ലൊരു ചേഞ്ച് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ ഫുഡ് കൺസംഷൻ വഴി, അതായത് ആന്റി ഓക്സിഡൻസ് കൂടുതലുള്ള ഫുഡ് ലൈക്ക് ബ്രോക്കോളി, സ്പിനച്ച്, ആസ്പരാഗസ്, അവക്കാഡോ, ഇതൊക്കെ കൂടുതൽ നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ റിയലി റിഫ്ലക്ട് ഓൺ യുവർ സ്കിൻ. ഇത് കൂടാതെ ഓറലിയും അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ വഴിയും ഇതിന്റെ സപ്ലിമെന്റ്സ് എടുക്കുന്നവരുണ്ട്. പക്ഷേ ശ്രദ്ധിക്കുക, നമ്മൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ കൂടാതെ, കൺസൾട്ടേഷൻ കൂടാതെ നമ്മൾ ഇത് ഇൻടേക്ക് ചെയ്യരുത്. അത് കൂടുതൽ നല്ല റിസൾട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുപോവില്ല. സോ നിങ്ങളൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക, സ്വയം ഡോക്ടർ ആവാതിരിക്കുക എന്നുള്ളതാണ് സ്റ്റഡീസ് പറയുന്നത്. ശ്വാസം മുട്ടുള്ളവര് അല്ലെങ്കിൽ ആസ്മ, റെസ്പിറേറ്ററി ഓർഗൻ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളുള്ളവരൊന്നും ഗ്ലൂട്ടാത്തയൺ എടുക്കാതിരിക്കുക. അത് അവർക്ക് സേഫ് അല്ല. പിന്നെ പ്രഗ്നന്റ് ലേഡീസ്, ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നവര്, ഇവരൊന്നും ഗ്ലൂട്ടാത്തയൺ എടുക്കാതിരിക്കുക. അതേസമയം നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ബോഡിയിൽ. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആന്റി ഓക്സിഡൻസ് കൂടുതലുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പ്രോട്ടീൻസ്, അതായത് വെജിറ്റബിൾസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പിനച്ച്, അവക്കാഡോ, ബ്രോക്കോളി, പിന്നെ ഫ്രൂട്ട്സിൽ ബെറീസ്, കിവീസ് അടിപൊളി ഫ്രൂട്ടാണ്, ഒരുപാട് ഗുണങ്ങളുള്ള ഫ്രൂട്ടാണ്. കിവിനെ പറ്റി ഞാൻ ഒരു വീഡിയോ നെക്സ്റ്റ് ഇടാം. പിന്നെ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന എഗ്ഗ്, നട്ട്സ്, സീഡ്സ്, അങ്ങനെ ഒരുപാട് ഫുഡിൽ കൂടെ നമുക്ക് ഇത് ഗ്ലൂട്ടാത്തയൺ നമ്മുടെ ബോഡിയിൽ കൊണ്ടുവരാൻ പറ്റും. കൂടാതെ തന്നെ ഒരുപാട് വെള്ളം കുടിക്കുക. അത് നിങ്ങളുടെ സ്കിന്നിന് ഒരുപാട് മാജിക്കൽ ചേഞ്ച് തരും. കാരണം വെള്ളം കുടിക്കുന്നവരും നമ്മുടെ ബോഡീനെ നമ്മൾ ഡീറ്റോക്സിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിനുള്ള റിസൾട്ട് നിങ്ങളുടെ സ്കിന്നിൽ അടിപൊളി റിസൾട്ട് തരും, നല്ലപോലെ റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ ചിലവരുടെ ഡൗട്ടാണ് ഇഞ്ചക്ഷൻ വഴിയോ അല്ലെങ്കിൽ ഓറലി ഈ സപ്ലിമെന്റ്സ് എടുക്കുന്നതിന്റെ ഡിഫറൻസ് എന്നാണ്. ഒബ്വിയസ്ലി ഇഞ്ചക്ഷൻ വഴി ഇത് യൂസ് ചെയ്യുമ്പോൾ മോർ എഫക്റ്റീവ് ആയിരിക്കും, പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. പക്ഷേ വൺസ് വി സ്റ്റോപ്പ്, നമ്മൾ ഈ ഒരു ഗ്ലൂട്ടാത്തയൺ ഇഞ്ചക്ഷൻ സപ്ലിമെന്റ്സ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ബോഡിയിൽ മെലാനിൻ പ്രൊഡക്ഷൻ നടക്കും. വീണ്ടും നമ്മുടെ പഴയ കളറിലോട്ടാവും. സോ കളറ് ബ്ലാക്ക്, വൈറ്റ് എന്നുള്ളതല്ല, നമ്മുടെ പേഴ്സണൽ ചോയ്സ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറയുന്നത്. നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മൾ നോക്കുക. മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ കളർ ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഗ്ലൂട്ടാത്തയൺ എടുക്കാനോ അല്ലെങ്കിൽ മെലാനിൻ പ്രൊഡക്ഷൻ പ്രിവെന്റ് ചെയ്യാനോ ഒന്നും നിൽക്കരുത്. എല്ലാം നമ്മുടെ പേഴ്സണൽ ചോയ്സിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഏജ് ലിമിറ്റ്, അതായത് ഗ്ലൂട്ടാത്തയോൺ ഒരു സ്റ്റഡീസ് പറയുന്നത് ഒരു 14 ഇയേഴ്സ് അല്ലെങ്കിൽ 15 ഇയേഴ്സ് കഴിഞ്ഞ ഏതൊരു വ്യക്തിക്കും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് ഇത് ഇൻടേക്ക് ചെയ്യാം എന്നുള്ളത് തന്നെയാണ്. സോ ഇപ്പോഴും ഞാൻ പറയാണ്, നിങ്ങളൊരു സ്വയം ഡോക്ടർ ആവാതെ, റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാതെ ഡോക്ടറിനെ തന്നെ പോയി കൺസൾട്ട് ചെയ്യുക. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിനുശേഷം അവർ നമുക്ക് അതിന് വേണ്ട ഡോസേജ്, പല ടൈപ്പ് ഡോസേജസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട നമ്മുടെ ശരീരത്തിന് പറ്റിയത് അവർ പറഞ്ഞു തരും. അത് പ്രോപ്പറായിട്ട് നിങ്ങൾ കൊണ്ടുപോവുക.
എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ, ലൈക്ക് ചെയ്യുക, മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഇതുപോലത്തെ ടോപ്പിക്സിനെ പറ്റി അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ബിലോ ഇൻ മൈ കമൻറ്റ് ബോക്സ്. I'll try to execute a good video for you guys. So see you in my next video. Until then.